ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിക്കറ്റ് വാർത്തയാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഡേ നൈറ്റ് ടെസ്റ്റാണ്. ആഡ്ലയിലാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ആഡ്ലയിൽ ഇന്ത്യ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരോർമ്മയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ടൂറിൽ ഇന്ത്യ പോയപ്പോൾ വെറും 36 റൺസിനാണ് ആഡ്ലയിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യ ഓൾ ഔട്ടായത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ടതും ഏറ്റവും ചെറുതുമായ ഒരു സ്കോർ തന്നെയായിരുന്നു അത്. ആ ടെസ്റ്റിൽ ഇന്ത്യക്ക് ഒന്നാം ഇന്നിങ്സ് ലീഡ് ഉണ്ടായിട്ടും രണ്ടാം ഇന്നിങ്സിൽ 36 റൺസിന് പുറത്തായതുകൊണ്ട് തന്നെ ഇന്ത്യ ആ ടെസ്റ്റ് തോൽക്കുകയാണ് ഉണ്ടായത്. ആ ഓർമ്മകൾ ഇപ്പോഴും ഇന്ത്യയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആഡ്ലയിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റ് ഡേ നൈറ്റ് ടെസ്റ്റാണ്. ഡേ നൈറ്റ് ടെസ്റ്റിൽ 12 ടെസ്റ്റുകൾ കളിച്ച ഓസ്ട്രേലിയ അതിൽ 11ലും വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യ ആകട്ടെ വെറും 4 ടെസ്റ്റ് മാത്രമാണ് കളിച്ചത്. 3 ടെസ്റ്റിലും ഇന്ത്യക്കും വിജയിക്കാനായിട്ടുണ്ട്. എന്നിരുന്നാലും വിദേശ മണ്ണിൽ ആദ്യ ടെസ്റ്റ് ഡേ നൈറ്റ് ടെസ്റ്റ് വിജയമാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ ടീമിൽ എന്തായാലും 2 മാറ്റങ്ങൾ ഉണ്ടാകും. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തിരിച്ചെത്തിയതുകൊണ്ട് തന്നെ ദേവദത്ത് പടിക്കലിന് ടീമിലെ സ്ഥാനം തെറിക്കും. അതുപോലെ തന്നെ ഗില്ല് ടീമിൽ തിരിച്ചെത്തിയതുകൊണ്ട് തന്നെ ജൂരിലും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താകും. ആദ്യ ടെസ്റ്റിൽ മികച്ച ഫോമിൽ കളിച്ച KL രാഹുലും ജയ്സ്വാളും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുന്നതും. രോഹിത് ശർമ്മ മധ്യനിരയിലാണ് ബാറ്റ് ചെയ്യുകയെന്നും രോഹിത് ശർമ്മ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. രോഹിത് ശർമ്മ ഒന്നുകിൽ 3-ാം നമ്പറിലോ അല്ലെങ്കിൽ 5-ാം നമ്പറിലോ ആയിരിക്കും രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുക. വിദേശ മണ്ണിലെ ആദ്യ പിങ്ക് ടെസ്റ്റ് വിജയിച്ച് ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് അടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ത്യൻ ടീമിന് എല്ലാ വിജയാശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസായി രേഖപ്പെടുത്താനും മറക്കരുത്.